2026 ഏപ്രിൽ 11 ശനിയാഴ്ച പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അന്നാണ് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സുപ്രധാനമായ ചർച്ച നടന്നത്. ചർച്ച 21 മണിക്കൂറാണ് നീണ്ടു നിന്നത്. അമേരിക്കയെ പ്രതിനിധീകരിച്ചത് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. ഇറാനിൽ നിന്ന് എത്തിയത് ഇറാന്റെ സ്പീക്കർ തന്നെയാണ്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ പരാജയമായിരുന്നു എന്ന് തന്നെയാണ് ആദ്യ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ നിന്ന് യാതൊരു ഉറപ്പും, കാരണം ഈ ആണവ ആയുധങ്ങളെക്കുറിച്ച് യാതൊരു ഉറപ്പും തങ്ങൾക്ക് ലഭിച്ചില്ല, അതുകൊണ്ട് ഇത് പരാജയമാണ് എന്നുള്ള ആദ്യ പ്രതികരണം എത്തുന്നു. Made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on. And we've made that as clear as we possibly could, and they have chosen not to accept our terms. ഇറാന്റെ ഭാഗത്തു നിന്നാണ് എങ്കിൽ അമേരിക്കയെ തങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒന്നും തന്നെ ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യ ഒന്നുകൂടി ആകാംക്ഷയിലാവുകയാണ്. ഈ ദിവസങ്ങളിലുണ്ടായ 43-44 ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സമാധാന അന്തരീക്ഷം, അത് ഇനി എന്താവും എന്നുള്ള ആകാംക്ഷയിലാണ് പശ്ചിമേഷ്യ.